ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സാംസ്, ഇനി വരുന്ന എക്സാംസിന് എങ്ങനെയായിരിക്കും ക്ലാസ് എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്തിനാണ് ഞാൻ ഈ ഗ്യാപ്പ് എടുത്തത് എല്ലാം ഞാൻ പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ LSGSൻ്റെയും അതുപോലെ SIയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും നോക്കിക്കാണുന്ന രണ്ട് എക്സാംസ് ആണ് LSGS, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ സെക്രട്ടറിയും, അതുപോലെ തന്നെ നമ്മുടെ SI. ഈ രണ്ട് എക്സാംസും എല്ലാവരും ഒരുപോലെ നോക്കിക്കാണുന്ന പരീക്ഷകളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഡിഗ്രി ലെവൽ മെയിൻസ് എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതുപോലെ തന്നെ SIയുടെ സിലബസിൽ നിങ്ങൾ SI എക്സാമിൻ്റെ മെയിൻ സിലബസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പുതിയ കുറേ ലോസ് വന്നിട്ടുണ്ട്. IPC, എവിഡൻസ് ആക്ടിനെയൊക്കെ മാറ്റിയിട്ട് പുതിയ കുറച്ച് ലോസ് വന്നിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങൾ അത് പഠിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു ഡിസ്കഷനും നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി എന്തായിരിക്കും നമ്മൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കുറച്ച് എന്താ പറയുക ടൈം ടേബിൾ ബേസ്ഡ് പ്രോഗ്രാംസ് എന്തൊക്കെയായിരിക്കും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് സിലബസ് ഫുള്ള് കവർ ചെയ്യുക എന്നുള്ളതാണ്. സോ സെൽഫ് സ്റ്റഡി നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്, യു ഹാവ് ടു കറക്റ്റായിട്ട് സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കുക. എന്നിട്ട് ഓരോ പോർഷൻ സിലബസിലെ ഓരോ വരിയും ഗൂഗിൾ ചെയ്തും സ്റ്റാൻഡേർഡ് ബുക്സ് യൂസ് ചെയ്തും പഠിക്കുക. സ്റ്റാൻഡേർഡ് ബുക്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ചെയ്യുക. ഐ വിൽ ടെൽ യു ദി ഹോൾ സ്റ്റാൻഡേർഡ് ബുക്സ്, ഏതൊക്കെ സബ്ജക്റ്റ് ഏതൊക്കെ വേണം എന്നുള്ളത് പറയാം. ബട്ട് ഓൾറെഡി ഞാനിത് പറഞ്ഞിട്ടുള്ളതും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാറ്. സോ വാട്ട് ആർ ദ കീ ചേഞ്ചസ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സോ LSGS എക്സാമിനെ സംബന്ധിച്ച് അതൊരു ഗസറ്റഡ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അതിനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് പഠിക്കും. അതുപോലെ കോമ്പറ്റീഷൻ വളരെ ഹൈ എൻഡിലായിരിക്കും. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്നൊരു പോസ്റ്റിനെ ഒരുമിച്ച് ഏകീകരിച്ചിട്ട് ഒരു ഇത് വിളിക്കുന്നത്, നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. അതുപോലെ തന്നെ വേക്കൻസിയും അതനുസരിച്ച് തന്നെ കാണാനുള്ള ചാൻസ് ഉണ്ട്. സോ ബട്ട് അത് ഏറ്റവും ടോപ്പിലെത്താൻ വേണ്ടി തന്നെയായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ ജസ്റ്റ് ലിസ്റ്റിൽ കയറി പറ്റുക അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും സംഭവിക്കില്ല. എത്രയോ ആൾക്കാർ പല റാങ്ക് ലിസ്റ്റിലുണ്ട്, ബട്ട് സ്റ്റിൽ ദേ ആർ നോട്ട് ഗെറ്റിംഗ് ജോബ്. ഓക്കെ, അപ്പം ഇനി ഇതൊക്കെ പറയാൻ ഞാൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ ഞാൻ ഈ ഒരു എന്താ പറയുക ഒരു കോച്ചിങ് ഫീൽഡിൽ ഒരു 7 വർഷത്തോളമായിട്ട് ഇങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ നോ ഹൗ ദ സിസ്റ്റം വർക്ക്സ് ആൻഡ് ഹൗ ദി കോച്ചിങ് വർക്ക്സ് ആൻഡ് ഹൗ സെൽഫ് സ്റ്റഡി വർക്ക്സ് എന്നൊക്കെ അറിയാവുന്ന ഒരാളാണ്. സോ അതാണ് ഞാൻ ഈ കുറേ നാളിങ്ങനെ ക്ലാസ്സൊന്നും ഇടാതിരുന്നതിൻ്റെ മെയിൻ റീസൺ. ഞാൻ വേറൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നു. അതിനൊരു ഇൻ്റർവ്യൂ ലെവൽ വരെ പോയി, ബട്ട് ഇൻ്റർവ്യൂവിന് എനിക്ക് മാർക്ക് കുറവായതുകൊണ്ട് കിട്ടിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് നിങ്ങളിലേക്ക് വീണ്ടും വന്നത്. ബിക്കോസ് ഐ ഹാവ് ടു ടേക്ക് എ ബ്രേക്ക്. എനിക്ക് ഇൻറ്റൻഷനലി ഒരു ബ്രേക്ക് ഇതിൽ നിന്ന് എടുക്കണമായിരുന്നു. സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സസൊക്കെ വോയിസ് ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലായ ഇഗ്നോസിൽ ഇടുന്നുണ്ടായിരുന്നു. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ ആർ ഫോളോയിങ് മീ ഫോർ ലൈക്ക് സീരിയസ്ലി എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. സോ യു ഗൈസ് ഡോണ്ട് നോ. ഓക്കെ, സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം LSGS എക്സാമിനേഷന് കോമ്പറ്റീഷൻ ഇസ് വെരി ഹൈ, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ഇസ് സിലബസ് നമുക്ക് കുറേ കൂടി തന്നിട്ടുണ്ട്. ലൈക്ക് പ്രിലിംസ് എക്സാം ഉണ്ട്, പ്രിലിംസിന് ശേഷം മെയിൻസ് എക്സാമിനേഷനുള്ള സിലബസ് നമുക്ക് ഇപ്പോഴേ തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഇപ്പോഴേ തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ മെയിൻസിൻ്റെ പേപ്പർ 2 എന്ന് പറഞ്ഞൊരു പോർഷൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ പോലും നിങ്ങളുടെ എക്സാമിന് ഇപ്പോൾ ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്കും, 3 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക ഒരു 2 months കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ പ്രമുഖ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും അവരെ ബുക്സ് ഇറക്കും. ഓക്കെ, പേപ്പർ 2-ന് വേണ്ടിയിട്ട്. അപ്പം ആ സമയത്ത് പേപ്പർ 2 പഠിച്ചാലും മതി. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് പേപ്പർ 2-ലും നിങ്ങളുടെ മെയിൻ പ്രിലിംസ് എക്സാമിനേഷനിലും കോമൺ ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് ഉണ്ട്. വാട്ട് ഈസ് ഗവേണൻസ് ആക്ച്വലി, എന്താണ് ഗവേണൻസ്, എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. നിങ്ങൾ അങ്ങോട്ട് ഒരു എന്താ പറയുക ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിനൊരു ഫൗണ്ടേഷൻ ലെവലായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരൊരു പ്രിഫർ ചെയ്യുന്നത്. സോ ഈ ഒരു ഫൗണ്ടേഷൻ ലെവൽ ഓഫ് സംഭവം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിന് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് കേരള ഗവൺമെൻറ് വെബ്സൈറ്റ്സ് ഉണ്ട്. ഓക്കെ, കേരള ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ്സ് ഉണ്ട്, പ്ലാനിംഗ് കമ്മീഷൻ, അതുപോലെ തന്നെ അവരുടെ ബജറ്റ്, കേരള സർവേ, എക്കണോമിക് സർവേ, ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ യു ക്യാൻ ക്രാക്ക് ദിസ് എക്സാമിനേഷൻ. ഓക്കെ, അതേപോലെ ഞാൻ പറയുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എക്സാംസിൻ്റെ പാറ്റേൺസ് ഒക്കെ കുറച്ചുകൂടി ടഫർ ആവും. ബിക്കോസ് യു ആർ ഫൈറ്റിംഗ് ഫോർ എന്താ പറയുക കുറച്ചുകൂടി കോമ്പറ്റേറ്റീവ് ഉള്ളൊരു എക്സാം ആയതുകൊണ്ട് തന്നെ പാറ്റേൺ ടഫ് ആവുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവുന്നത് ഇസ് ഗുഡ്. ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവുമ്പോൾ എന്താ ചെയ്യേണ്ടത്, എന്ത് ചെയ്യാൻ പാടില്ല, യു ഷുഡ് നോട്ട് ഗെസ്, അല്ലേ. ആൻസർ അറിയാവുന്നത് മാത്രം വൃത്തിക്ക് എഴുതിയാൽ തന്നെ നിങ്ങൾ കയറും.
ഓക്കെ, അതാണ് കോമൺ ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം. ഇനി SIയുടെ എക്സാമിനേഷൻ, അതായത് നിങ്ങൾക്ക് കുറച്ച് പോർഷൻസ് നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ട് ലോവർ ലേറ്റഡ് ഉണ്ടല്ലോ, അത് ഞാൻ ചെയ്യാം. ബട്ട് അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പണ്ടത്തെ പണ്ടത്തെ SIയുടെ സിലബസിലാണെങ്കിൽ IPC സെക്ഷൻ 399, 299, 300, 302 സെക്ഷൻ വൈസ് ആണ് കൊടുത്തിരുന്നത്. ബട്ട് അവർ PSC അവിടെയും ഭയങ്കരമായിട്ടൊരു കണ്ണിങ് ആയിട്ടൊരു അപ്രോച്ച് എടുത്തു. വെറുതെ ആ ഒരു ഒഫൻസ് മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ വൈ ഡസ് ദേ ഡു ദാറ്റ്? ബിക്കോസ് നമ്മൾ രണ്ടും അറിഞ്ഞിരിക്കണ്ടേ എന്ന് പറയുന്ന ഒരു ട്രാപ്പിൽ നമ്മൾ കൊണ്ടുപെടുത്തിയിരിക്കുകയാണ്. സോ വാട്ട് ക്യാൻ വി ഡു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എവിഡൻസ് ആക്ട്, പഴയ എവിഡൻസ് ആക്ടും പുതിയ സാക്ഷ്യ ബില്ലും കൂടെ സാക്ഷ്യ ആക്ടും കൂടെ ഒരുമിച്ചെടുത്ത് പഠിക്കാം. BNSSഉം CRPCയും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുക. ഇതെല്ലാം കമ്പയർ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റൂ. സോ എങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം, എങ്ങനെ ക്ലാസ്സസ് എടുക്കുന്നതൊക്കെ ഞാൻ പ്രിലിംസ്, നമ്മുടെ ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞിട്ട് ഞാൻ വൃത്തിക്കൊന്ന് പറഞ്ഞുതരാം. ബട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് പ്രിലിംസ് എല്ലാം മിക്കവരും SIക്കൊക്കെ ക്ലിയർ ചെയ്യും. ഒരുവിധം പഠിച്ചിട്ട് എല്ലാവരും ക്ലിയർ ചെയ്യും. ഈവൻ ഞാൻ പോലും എക്സാം എന്താ പറയുക, ഞാൻ ക്ലിയർ ചെയ്ത ഒരു എക്സാം മാത്രമേ ഞാൻ വൃത്തിക്ക് പഠിച്ചിട്ടുള്ളൂ. അതാണ് റാങ്ക് കിട്ടിയിട്ടുള്ളത്. ബട്ട് വേറെ ഒരു എക്സാമും ഞാൻ അങ്ങനെ വൃത്തിക്ക് പഠിച്ചില്ല. KSFB പഠിച്ചിട്ടില്ല. ഞാൻ KSFB അസിസ്റ്റന്റ് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഞാനത് പഠിച്ചിട്ടില്ല. ഞാൻ സപ്ലിയിലാണ്. ഞാൻ ലിസ്റ്റ് വരുമെന്ന് തന്നെ പ്രതീക്ഷിച്ചില്ല. ബിക്കോസ് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എന്താ പറയുക, ക്ലറിക്കൽ ജോബ്സ് ഒന്നും എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ അതിനുവേണ്ടി പഠിച്ചിട്ടില്ല. സോ സ്റ്റിൽ ഐ ഗോട്ട് ഇൻ ടു ഇറ്റ്. അപ്പോൾ ഈ പഠിക്കാതെ തന്നെ ഞാൻ ലിസ്റ്റിൽ കയറി പറ്റിയ ഒരാളാണ് ഞാൻ. SIക്ക് പോലും ഞാൻ പഠിച്ചിട്ടല്ല പോയത്. ബട്ട് ഞാൻ ഈ IPC CRPC ഒക്കെ നമ്മൾ കോടതിയിൽ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മേ ബി അതുകൊണ്ടായിരിക്കും ഞാൻ ഒരു ലാസ്റ്റ് വരെ എത്തിയത്. ബട്ട് ഹൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടും അതുപോലെ ഹൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും എനിക്കത് കിട്ടാതെ പോയി. ലാസ്റ്റ് ടൈമാണ് ലൈക്ക് ഐ വാസ് ദെയർ ഇൻ ദി ലാസ്റ്റ് ലിസ്റ്റ്. ഓക്കെ, ആൻഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് എനിക്ക് 46 or 45 എങ്ങാണ്ട്, ലൈക്ക് ഒരു പോയിന്റ് സംതിങ് ഡിഫറൻസിലാണ് എനിക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് കിട്ടാതെ പോയത്. സോ ഐ എം നോട്ട് വെരി എന്താ പറയുക സാഡ് ആൻഡ് ഓൾ. ബിക്കോസ് എനിക്ക് ഇഷ്ടമുള്ളൊരു ജോലി ഞാനിപ്പോൾ അതിൻ്റെ പിറകെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്. ബട്ട് എനിക്ക് എൻ്റെ ഒരു കോമ്പറ്റീഷൻ എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് ഐ എം ആക്ച്വലി ട്രൈങ് ദിസ് എക്സാമിനേഷൻ എവറിത്തിങ്. അപ്പോൾ SI എക്സാമിനേഷൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രിലിംസ് പഠിക്കുമല്ലോ, അതുപോലെ തന്നെ പ്രിലിംസിന് കട്ടയ്ക്ക് പഠിക്കുക, പ്രിലിംസിന് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് തന്നെ പഠിക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ഈസ് വൺ ഓഫ് ദി കീ പോയിന്റ്. നിങ്ങളുടെ ഫോൾട്ട്, നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണെന്ന് കണ്ടെത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വീക്ക്നെസ്സിൽ നിന്നാണ് നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യേണ്ടത്. ഓക്കെ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ചില ഏരിയാസ്, പൊളിറ്റിയുടെ ചില ഏരിയാസ് പ്രശ്നം ഉണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു സ്റ്റഡി ദോസ് പോർഷൻ. ഒന്നും കൂടി MCQ ചെയ്ത് നോക്കുക. എവിടെയാണ് നിങ്ങൾക്ക് ചിലപ്പം പൊളിറ്റിയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ കൺസെപ്റ്റ് എവിടെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. കൺസെപ്റ്റ് അറിഞ്ഞില്ല എങ്കിൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ തെറ്റത്തുള്ളൂ. ആക്റ്റുകളും അതുപോലെ തന്നെയാണ്. കൺസെപ്റ്റ് അറിഞ്ഞില്ലെങ്കിൽ മാത്രമേ തെറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങൾ സയൻസോ അതുപോലെ തന്നെ ജോഗ്രഫിയും പിന്നെയും കൺസെപ്റ്റ് അറിഞ്ഞാൽ കിട്ടും. ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും ജോഗ്രഫിയും ഹിസ്റ്ററിയും പൊളിറ്റിയും ഇതൊക്കെ നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ തന്നെ ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ബട്ട് നല്ല രീതിക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ നല്ലോണം പഠിക്കുക, അതായത് ഇൻറ്റൻസീവായിട്ട് പഠിക്കുക. ഐ ഡോണ്ട് റെക്കമെൻഡ് സ്റ്റഡിങ് ഫോർ ലൈക്ക് 12-20 hours, ബട്ട് അത് നോട്ട് പോസിബിൾ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കുന്ന സമയം പഠിക്കുക, അല്ലാത്ത സമയം നിങ്ങൾ അല്ലാത്ത കാര്യം ചെയ്യുക. അത് അത്രേ ഉള്ളൂ. ബിക്കോസ് അതാണ് കാര്യം. നിങ്ങൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ബുക്ക് തുറന്ന് വെച്ച് ഇങ്ങനെ മറിച്ചിട്ട് ഇസ് നോട്ട് ഇവൻ എ തിങ്. ഓക്കെ, അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ എത്ര പഠിച്ചു എന്ന് അറിയുന്നത് എവിടെയാണ്? ടെസ്റ്റ് സീരീസ് ചെയ്യുമ്പോഴാണ്. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക. എന്നിട്ട് എവിടെയാണ് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തെറ്റ് വരുത്തുന്നത് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യുക. ആൻഡ് റിവൈസ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഹു ഗോട്ട് ലൈക്ക് ടോപ്പ് റാങ്ക്സിൽ എത്തിയ ആൾക്കാരെല്ലാം തന്നെ ടോപ്പ് റാങ്ക് ആഗ്രഹിച്ച് കാത്തിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുള്ളവരാണ്. അല്ലാണ്ട് ടോപ്പ് റാങ്ക്സിൽ എത്താൻ പറ്റില്ല. അതുപോലെ ലിസ്റ്റിൽ എത്തിയിട്ടും ജോലി കിട്ടാതിരിക്കാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ എയിം ചെയ്യേണ്ടത് യു ഷുഡ് ബി ദ ടോപ്പ്. അപ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ടോപ്പ് ചെയ്യുക എന്നുള്ളൊരു എയിമിൽ മാത്രം പഠിക്കുക. ആൻഡ് യെസ്, ഫെയിലിയേഴ്സ് ഡു ഹാപ്പൻ. യു ഹാവ് ടു എംപ്രൈസ് ഫെയിലിയേഴ്സ്. ആൻഡ് സക്സസ് വന്നെന്ന് പറഞ്ഞ് വലിയ ആളും ആവേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ്സ് കോമൺ, ഇറ്റ്സ് ലൈഫ്. ഓക്കെ, വാട്ട്സ് വെരി അൺകോമൺ ഈസ് ഒരു ഫെയിലിയറിൽ നിന്ന് അടുത്തൊരു പ്രോസസ്സിലേക്ക് പോകാനായിട്ട് നിങ്ങൾ എത്ര ടൈം എടുക്കുന്നത്, റീബൗണ്ട് ചെയ്ത് തിരിച്ച് നിങ്ങൾ ആ ഒരു പ്രോസസ്സിൽ എത്ര എടുക്കുന്നു എന്നുള്ളതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
ഈ ഇടയ്ക്ക് ഞാൻ മറ്റൊരു ഫിലിം 12th ഫെയിൽ എന്ന് പറഞ്ഞൊരു ഫിലിം പറയുകയാണെങ്കിൽ റീസ്റ്റാർട്ട്. നിങ്ങൾ എവിടെ സ്റ്റോപ്പ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ഫെയിൽ ചെയ്തോ അവിടെ നിന്ന് വീണ്ടും റീസ്റ്റാർട്ട് ദ പ്രോസസ്. ഡു വിത്ത് യുവർ വിഗർ, മോട്ടിവേഷൻ, വിൽ ആൻഡ് ഓൾ. And I want every young woman or young person who are actually watching this to actually dream, but don't expect you will get those things in your hand or something like that. Hard work matram alla life. Hard work, കുറേ ഹാപ്പിനെസ് ആൻഡ് പ്രിപ്പറേഷൻ. ഹാർഡ് വർക്കും പ്രിപ്പറേഷനും കൂടെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ലക്ക് എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റും കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ടോപ്പിൽ നിങ്ങൾക്ക് എത്താൻ പറ്റൂ. ടോപ്പിൽ എത്തിയ മാത്രമേ കാര്യമുള്ളൂ. സോ ബട്ട് what you have to do, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, you have to work and work. Forget about result, forget about what you want to do or all. Now what you can do, എന്താണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്, പ്രസൻറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു അത് പഠിക്കാം. സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കുക, റഫ് കോപ്പി എടുത്തിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്ത് പഠിച്ച് പോവുക. എനിക്ക് നല്ല റാങ്ക് കിട്ടിയിട്ടുള്ള എക്സാമിന് ഐ യൂസ് ടു ഡു പ്രിൻ്റ് ഔട്ട് എടുക്കുമായിരുന്നു. ഞാനത് ഫുള്ളിരുന്ന് പഠിക്കുമായിരുന്നു. ഒരു വരി പോലും വിടാതെ പഠിക്കുമായിരുന്നു. എന്നിട്ട് പോലും എനിക്ക് റാങ്ക് കുറച്ച് താഴ്ന്നിട്ടുണ്ട്. സോ യു ഹാവ് ടു വർക്ക് ഓൺ ദാറ്റ് ആൻഡ് ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഷുഡ് ഹാവ്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഭയങ്കരമായൊരു ഹാർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ഫെയിലിയർ സംഭവിക്കുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് സം പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയാലും മതി. യു ഹാവ് സം പേഴ്സൺ ടു റിലൈ ഓൺ ദാറ്റ് ടു മേക്ക് യു റിമെമ്പർ ദാറ്റ് ദിസ് ഈസ് നോട്ട് ദി എൻഡ് ആൻഡ് യു ഹാവ് ഓൾ ലൈഫ് ഫോർ യുവർ അച്ചീവ്മെൻറ്റ്സ്. ആൻഡ് ഇതല്ലെങ്കിൽ വേറൊന്ന്. ഓക്കെ, ഇതൊന്നും പറ്റില്ലെങ്കിൽ നിങ്ങൾ LLB ഒക്കെ എടുത്തിട്ട് പാപിള്ളേരെ. ഓക്കെ, സോ വി ക്യാൻ ഡു അമേസിങ് ചേഞ്ചസ് ഇൻ അവർ സിസ്റ്റം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ഇതാണ് എനിക്ക് പറയാനുള്ളത്. SIക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇസ് ദാറ്റ് ആ ഒരു സിലബസിൽ അവർ കൃത്യമായിട്ട് സെക്ഷൻ കൊടുക്കാത്തതിൻ്റെ റീസൺ അതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കണം. സോ ഞാൻ ആഴ്ച ഒരിക്കൽ നിങ്ങൾക്ക് ആ ലെസൺസ് ഇങ്ങനെ ഇട്ട് തരാം. അല്ലാണ്ട് എല്ലാ ദിവസവും പഠിക്കണം. മെയിൻ എക്സാമിനേഷൻ അല്ലേ, ആ സമയം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പഠിച്ചാൽ മതിയാവും. ബട്ട് അതിന് മുന്നേ ഒരു ഫൗണ്ടേഷൻ തന്ന രീതിക്ക് നിങ്ങൾക്ക് ആഴ്ച ഒരു ക്ലാസ് കമ്പാരിറ്റീവ് ആയിട്ട്, അതായത് എവിഡൻസ് ആക്ഷൻ ബിൽ, അതുപോലെ BNSS, CRPC, IPC ആൻഡ് BNS, ഇതെല്ലാം നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും. സോ ഡോണ്ട് വെറി അബൌട്ട് ആക്ട്സ് ആൻഡ് ഓൾ. ആക്ട്സ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ആക്ട്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ ആൻഡ് ദാറ്റ്സ് ഇറ്റ്. പിന്നെ LSGSന് നിങ്ങൾ പഠിക്കേണ്ടത് സെക്കൻഡ് പേപ്പറിൽ നിങ്ങൾക്ക് ഇപ്പം മെറ്റീരിയൽ ഇല്ലാന്ന് വിഷമിക്കേണ്ട. ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ ആൾക്കാർ മെറ്റീരിയൽസ് ഇറക്കും. അപ്പോൾ നിങ്ങൾക്ക് പോയി വാങ്ങാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കൊണ്ട് വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്ത് പഠിക്കുകയോ അങ്ങനെ എന്ത് വേണോ ചെയ്യാം. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് പ്രിലിംസ് എന്നൊരു സാധനം നിങ്ങൾ ഈ മെയിൻ സിലബസ് കണ്ടുകൊണ്ട് വീഴരുത്. പ്രിലിംസ് നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ചാൽ മാത്രമേ ആ കോമ്പറ്റീഷനിൽ ആ ടോപ്പ് പെർസെൻറ്റേജിൽ എത്താൻ പറ്റും. ആ പെർസെൻറ്റേജിൽ നിന്നാണ് പിന്നെ മെയിൻസിലേക്ക് എടുക്കുന്നത്. സോ പ്രിലിംസ് നിങ്ങൾ ഒരിക്കലും മെയിൻസ് എന്നും പറഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല, കണ്ണും പൂട്ടി അടച്ചിരിക്കാൻ പാടില്ല. പ്രിലിംസ് പഠിക്കുക. പ്രിലിംസ് പഠിക്കുന്ന കൂട്ടത്തിന് മെയിൻസിന് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള എന്താ പറയുക, കുറച്ചുകൂടി റിസ്കി ആയിട്ടുള്ള MCQs ഒക്കെ ചെയ്ത് പഠിക്കുക. ആൻഡ് വി വിൽ ബി ഹാവിങ് വെരി ഇമ്പോർട്ടൻറ്റ് MCQ സെഷൻസ് ഓൺ എവറി സബ്ജക്ട്സ്. ഓക്കെ, ദ ബേസിക് തിങ് ഈസ് ദാറ്റ് യു ഷുഡ് ബി സപ്പോർട്ട് മീ and support this small young YouTube channel. Young alla, okay, so കുറേ നാളെ തുടങ്ങിയിട്ട്. Anyway, thank you so much and see you next video. Bye. കമൻസോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ താഴെ പറയാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ എന്തിനു വേണ്ടി വേണമെന്ന് താഴെ കമൻറ്റ് ചെയ്യാം. ബൈ.